ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയായിട്ടാണ് പ്രതിപക്ഷ നേതാവ് അതിനെ വിശേഷിപ്പിക്കുന്നത്. വിസ്മയകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന വി.ഡി. സതീശന്റെ പ്രതികരണം ഇപ്പോൾ ചർച്ചയാവുകയാണ്. മുന്നണി വിപുലീകരിക്കുമെന്ന് പറയുന്ന യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് ആദ്യം ക്ഷണിച്ചത് CPI ആണ്. CPI ആകട്ടെ അത് ചിരിച്ചു തള്ളി. ഞങ്ങളില്ല എന്ന കേരള കോൺഗ്രസ് എമ്മും ഇപ്പോൾ പറയുന്നുണ്ട്. RJDയിൽ പോകണമെന്നും പോകണ്ട എന്നും രണ്ടഭിപ്രായമാണ്. അതിനിടയിൽ എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ലെന്ന വിഷമവുമായി രമേശ് ചെന്നിത്തലയും എത്തിയിട്ടുണ്ട്. പ്രതികരണങ്ങളിലെ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്ത് എന്നതിൽ വ്യക്തത തിരിയുമ്പോൾ വിസ്മയിക്കാൻ എന്തുണ്ട് എന്നതാണ് ചോദ്യം. രാഷ്ട്രീയ നിരീക്ഷകരായി സണ്ണിക്കുട്ടി എബ്രഹാം, ജോർജ് പൊടിപാറ, A. സജീവൻ, M. ജയചന്ദ്രൻ എന്നിവരാണുള്ളത്. ആദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് പലർക്കായി നൽകിയ അഭിമുഖത്തിൽ ഈ കാര്യം പറയുകയാണ്. വിസ്മയകരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് തുടർച്ചയായ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം സാധ്യമായത്. അപ്പോൾ അതിന്റെ തുടർച്ച അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അതിനു മുൻപ് തന്നെ മുന്നണി വിപുലീകരണം എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ ഒരു പ്രതികരണം വന്നു, CPIക്ക് ഇങ്ങോട്ട് പോരാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരേണ്ടവരാണ് എന്ന്. പക്ഷെ അതിനുള്ള മറുപടിയും കണ്ടല്ലോ. അപ്പോൾ ആദ്യമേ പറഞ്ഞ് നാണം കിടന്നൊരു സാഹചര്യത്തിൽ വരുന്നുണ്ടോ, അതോ ഈ വിപുലീകരണത്തിലുള്ള സാധ്യത ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്രത്തോളമാണ്? സ്മൃതിയും UDFിന്റെ വിപുലീകരണത്തെക്കുറിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ചർച്ച തുടങ്ങിയതാണ്. പലതലത്തിലും പലതട്ടിലുമൊക്കെ അത് സംബന്ധിച്ച സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇനി ഒരു 8-9 അല്ലെങ്കിൽ 10 മാസങ്ങളുണ്ട്. ഏപ്രിലോ മെയിലോ ആയിരിക്കുമല്ലോ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുക. അതിനുള്ളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവാം. രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയത്തിൽ പല പല മാറ്റങ്ങളും മറിച്ചിലുകളൊക്കെ ഉണ്ടാവാൻ ചെറിയ സമയം മതി. RSP, അതായത് പ്രേമചന്ദ്രൻ അല്ലെങ്കിൽ അന്ന് രാമകൃഷ്ണപിള്ള ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, ഇവരൊക്കെ ഉണ്ടായിരുന്ന RSP ഒരു പരനാറി വിളിയെ തുടർന്നല്ലേ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് LDF വിട്ടിട്ട് UDFിലേക്ക് വന്നത്. അങ്ങനെ എത്രയെത്ര തീരുമാനങ്ങൾ അല്ലെങ്കിൽ എത്രയെത്ര മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയും ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ചർച്ച ചെയ്യും. അത് എത്രത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതൊന്നും ഇപ്പോൾ പറയാൻ നമ്മളാരും പ്രവാചകന്മാരല്ലല്ലോ. പക്ഷെ ഇവിടെ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പാപ്പരത്വമാണ്, അതായത് CPIയെ ക്ഷണിച്ചത് പാപ്പരത്വം എന്നൊക്കെ പറയുമ്പോൾ 1970 മുതൽ കോൺഗ്രസിന്റെ കൈയിട്ട് നടന്ന ഒരു പാർട്ടിയാണ് ഈ CPI എന്ന് പറയുന്നത്. ഇന്നലെ അടിയന്തരാവസ്ഥയുടെ വാർഷികമായിരുന്നു, 50ാം വാർഷികം. അടിയന്തരാവസ്ഥയെ പിന്താങ്ങിയ പാർട്ടിയാ CPI, മറക്കരുത്. കോൺഗ്രസിന്റെ കൂടെ നിന്നതാ. അതൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ഇടതുമുന്നണി പ്രേമം പെട്ടെന്ന് ഉണ്ടാവുന്നത്. അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാ. പിന്നെ കേരള കോൺഗ്രസ് അങ്ങനൊന്നും ചർച്ച നടന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കേരള കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ, LDFിലെ അതിന്റെ അവസ്ഥ, ചില വാഗ്ദാനങ്ങളൊക്കെ നൽകും. കഴിഞ്ഞ 2 ബജറ്റുകളിലായിട്ട് KM മാണി ഫൗണ്ടേഷന് 5 കോടി രൂപ 3 കോടി രൂപയൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. ഈ ഫൗണ്ടേഷന്റെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നാണ് ഇന്ന് ഈ ചർച്ചയ്ക്ക് എന്നെ ക്ഷണിച്ചതിന് ശേഷം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. 24 അടിയോ 48 അടിയോ ഉയരമുള്ള പ്രതിമ KM മാണിയുടേത് അവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ സജി മഞ്ഞക്കടമ്പൻ ഉണ്ടാക്കിയ ഒരു പ്രതിമ മാത്രമേ ഇതുവരെ പാലായിൽ KM മാണിയുടേതായിട്ടുള്ളൂ എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ പ്രതികരണത്തിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചരിത്രമൊന്നും പറയുന്നത് പ്രകാശ് ബാബു നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഇപ്പം നമ്മൾ കേട്ട അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ്, അതായത് വർഗീയ പാർട്ടികളുമായിട്ട് ചേർന്ന് UDF, ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ വിങ്, വെൽഫെയർ പാർട്ടി, അവരെ വോട്ട് തരാമെന്ന് പറഞ്ഞു, വോട്ട് തന്നോളാൻ പറഞ്ഞു. ആരെങ്കിലും പറയോ വേണ്ടെന്ന്. ഇപ്പുറത്ത് PDP വാങ്ങിച്ചിട്ട് നിൽക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന് വേണ്ടി PDP രംഗത്ത് വരികയും ആ വോട്ട് തരാമെന്ന് പറയുകയും തന്നോളാൻ പറയുകയും ചെയ്തത് വെൽഫെയർ പാർട്ടിയുടെ വന്നപ്പോൾ വലിയ പ്രശ്നമായി പോയി. വെൽഫെയർ പാർട്ടി വളരെ മോശമാണ്, PDP വളരെ നല്ലതാണ്, യാതൊരു സംശയവുമില്ല. മദനി കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ചൊന്നും ആരും മറന്നിട്ടില്ല.
നമ്മളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. കേരളത്തെ ഞെട്ടിച്ച പ്രസംഗങ്ങളായിരുന്നു. ഇത്ര വർഗീയ വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രസംഗങ്ങൾ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ കൂടെയാ. പിന്നെ പ്രകാശ് ബാബു മറക്കരുത് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമായത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി എവിടെ? ജമായത്തെ ഇസ്ലാമി എത്രയോ കാലം CPM-ന് വോട്ട് ചെയ്താ, LDF-ന് വോട്ട് ചെയ്താ. പ്രകാശ് ബാബു അതൊന്നും മറന്നുപോയോ? അവരുടെ വോട്ട് സ്വീകരിച്ചിട്ടില്ലേ? ഇതൊക്കെ ചരിത്രമാണ്. അപ്പൊ കുറെ കഴിയുമ്പോൾ ഇനി തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോഴത്തേക്ക് കേരള കോൺഗ്രസിലൊക്കെ വളരെ ശക്തമായ വികാരമുണ്ട്. ശരി, കേരള കോൺഗ്രസിനെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അവരുടെ ചെയർമാന് മത്സരിക്കാനൊരു സീറ്റില്ല. ഇപ്പൊ അദ്ദേഹം MP ആണ്, പക്ഷെ അദ്ദേഹം അടുത്ത തവണ മത്സരിക്കാനും ജയിച്ച് മന്ത്രിയാകാനും ആഗ്രഹിക്കുന്നു. ഇപ്പൊ LDF-ലാണേലും സീറ്റില്ല, UDF-ലാണേലും സീറ്റില്ല. അതാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് ആകെ കൂടെ നോട്ടം വിടുന്നത് കടുത്തുരുത്തിയിൽ മോൻസ് വളരെ ഭദ്രമായൊരു വിക്കറ്റിൽ നിൽക്കുക. പാലായിൽ മത്സരിച്ചാൽ ജയിക്കില്ലെന്നറിയാം. ഞാനിന്ന് അവിടുത്തെ ഒരു പ്രധാന കേരള കോൺഗ്രസ് നേതാവിനെ വിളിച്ച് ചോദിച്ചു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വേറെ ഏതെങ്കിലും സീറ്റ് നോക്കേണ്ടി വരും, കോട്ടയത്തോ മറ്റോ പോകേണ്ടി വരും. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിൽക്കുക, മത്സരിക്കാനൊരു സീറ്റില്ലെന്നേ. അതാണ് പ്രശ്നം. LDF-ലാണെങ്കിലോ കോട്ടയത്ത് നിന്നാ ജയിക്കുമോ? ഏറ്റുമാനൂരത്ത് വാസവം മാറിക്കൊടുക്കുമോ? പുതുപ്പള്ളി നിന്നാ ജയിക്കുമോ? കടുത്തുരുത്തിയിലെ മോൻസ് മാറിക്കൊടുക്കുമോ? മോൻസിനെതിരായിട്ട് മത്സരിച്ചാൽ ജയിക്കുമോ? പിന്നെ സ്വന്തം മണ്ഡലം പാല. അപ്പൊ ഞാൻ ആ നേതാവിനോട് ചോദിച്ചു എങ്ങനെയാണ് ജോസ് കെ മാണിയുടെ അവസ്ഥ. ഞാൻ ജോസ് കെ മാണിയോട് എനിക്ക് വളരെ സ്നേഹമുള്ള ആളാണ്. ഞാൻ ഈ പറയുന്നത് അദ്ദേഹത്തോട് യാതൊരു ഇഷ്ടക്കേടും ഉണ്ടായിട്ടല്ല. അദ്ദേഹം പറഞ്ഞത് പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്മൃതി 25 പൈസ 4 അണ കോയിൻ ഉണ്ടായിരുന്നു. അത് 2 കോയിൻ, അതിലൊരു കോയിൻ അന്നത്തെ പഴയ ബ്രിട്ടീഷ് രാജാവിന്റെ തല ആലേഖനം ചെയ്ത കോയിനായിരുന്നു. അപ്പൊ നമ്മൾ ബസ്സിലൊക്കെ കയറിയാൽ നമ്മളോട് പറയും ഈ തലയുള്ള കോയിനാണേ വേണ്ട എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ അവിടെ പാലാമണ്ഡലത്തിലെ KM മാണി എത്രയോ വർഷമായിട്ട് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന പാലാമണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ. അപ്പോ അദ്ദേഹത്തിന് ഒരു ഉറച്ച സീറ്റ് കിട്ടിയാൽ തന്നെ കേരള കോൺഗ്രസിന്റെ പ്രശ്നങ്ങളും ഒക്കെ മാറും. പിന്നെ ഇപ്പൊ മന്ത്രിയായിട്ടിരിക്കുന്ന റോഷി അഗസ്റ്റിൻ, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല എന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ ഫ്ലൂയിഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. മാറ്റങ്ങൾ വരാം, പക്ഷേ അത് വളരെ വേഗത്തിൽ തന്നെ ആ ചർച്ചകളിലേക്ക് കടന്നു എന്നുള്ളത് UDF-ന്റെ ഒരു ആത്മവിശ്വാസമായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസമായി കാണുകയാണ്. ശ്രീ ജോർജ് പൊടിപാറ, അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഇപ്പോൾ UDF-ൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയതാണ് ഏറ്റവും രാഷ്ട്രീയമായ ഒരു വിഡ്ഢിത്തം സംഭവിച്ചത്. ഒരു പൊളിറ്റിക്കൽ ബ്ലണ്ടറായി തന്നെ ഇപ്പോൾ കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് ഈ തരത്തിൽ മധ്യ തിരുവിതാംകൂറിൽ ഇപ്പോൾ ഇവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, മധ്യ കേരളത്തിൽ ഇവരങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടേക്ക് ജയിച്ചു കയറാമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ അതൊരു തിരുത്തൽ എന്ന രൂപത്തിലേക്ക് ഒരു ശ്രമം നടക്കുന്നു. ആ ശ്രമം നടക്കുമ്പോഴും നാളെ ശ്രീ ജോർജ് പൊടിപാറ കേൾക്കാമല്ലോ അല്ലേ? നാളെ ഇപ്പോൾ LDF-നൊപ്പം തന്നെ തുടരുന്ന സാഹചര്യമാണെങ്കിൽ തന്നെ അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും അത്ര ആശാസ്യമല്ല. കാരണം അതിന് സൂചനകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചാഴികാടന്റെ പരാജയം. അപ്പോൾ LDF അല്ല നിൽക്കേണ്ട ഭാഗം എന്നുള്ളത് UDF ആണ് എന്ന രൂപത്തിൽ അണികൾ വിശ്വസിക്കുന്നു എന്നൊരു വികാരം കൂടി ഉണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധ്യത എത്രത്തോളമാണ്? ഇപ്പോഴേതായാലും അവർ നിഷേധിക്കുകയാണ്, ഞങ്ങളില്ല എന്ന് പറയുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? പറഞ്ഞു കേട്ടത് പ്രകാരം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാകുമ്പോഴേക്കും തന്നെ ഒരു ചർച്ചയിലേക്ക് എത്തുമെന്നുള്ള സൂചനകളൊക്കെയാണ് വരുന്നത്. സ്മൃതി, UDF ചെയർമാൻ ശ്രീ VD സതീശൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പേ മുതലേ UDF-ന്റെ ഘടനയിൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. VD സതീശനെ പോലെ ഒരാൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ അവകാശവാദം ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ എയറിലേക്ക് പറയുന്ന ഒരാളല്ല. കൃത്യമായ ധാരണയോടെ ചില ചുവടുവെപ്പുകളുടെയൊക്കെ പിൻബലത്തിൽ അല്ലെങ്കിൽ ചില ധാരണകളൊക്കെ ഉരുത്തിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാകും സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അങ്ങനെ വെറുതെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. അതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്പോൾ LDF-ലെ ഏറ്റവും അസംതൃപ്തിയുള്ളൊരു പാർട്ടി എന്ന് പറയുന്നത് RJD ആണ്, ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടി. അതിൽ 1-2 ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ UDF-ലേക്ക് വരുന്നതിനോടൊരു പ്രതിപത്തി ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അത് KP മോഹനും അതുപോലെ തന്നെ ശ്രീ മനയത്ത് ചന്ദ്രനും, അവർക്ക് രണ്ടുപേർക്കുമാണ് സത്യത്തിൽ എന്തെങ്കിലും എതിർപ്പുള്ളത്. അതിന് ചില പ്രത്യേക കാരണങ്ങളുമുണ്ട് എന്ന് അവരുടെ ചില താല്പര്യങ്ങളും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരുടെ ചില സാധ്യതകളും ഒക്കെ വെച്ചുകൊണ്ടാണ് KP മോഹനൻ ഈ UDF-ലേക്ക് ഉള്ള മാറ്റത്തെ അത്ര അനുകൂലിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. മുമ്പ് LDF-ലേക്ക് മാറുന്ന ഘട്ടത്തിലും KP മോഹനൻ വലിയ എതിർപ്പ് ഉന്നയിച്ചതാണ്. പക്ഷെ ഒടുവിൽ അദ്ദേഹം അംഗീകരിച്ചു. അദ്ദേഹത്തിനായിരുന്നു. ഇപ്പോൾ തിരിച്ച് UDF-ലേക്ക് വരാൻ നേരത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് KP മോഹനാണെന്നാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യത ഓർത്തിട്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്ന ആ മണ്ഡലത്തിൽ LDF ശക്തമായ പിന്തുണയുള്ള, അല്ലെങ്കിൽ LDF-ന് ശക്തിയുണ്ട്, അതുകൊണ്ട് UDF-നേക്കാൾ ഭേദം LDF ആയിരിക്കും എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഈ RJD-യിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ശ്രേയംസ് കുമാറിനടക്കം ഈ അവഗണന സഹിച്ച് അധിക നാളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അവഗണനയാണ്. മന്ത്രിസ്ഥാനം കിട്ടിയില്ല, അതുപോലെ തന്നെ കോർപ്പറേഷൻ ചെയർമാൻമാരുടെ പദവി എണ്ണമാണെങ്കിലും ഒരു തരത്തിലും ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ട ഒറ്റയാളുള്ള എല്ലാവർക്കും കോവൂർ കുഞ്ഞുമാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവസരം കിട്ടി. കടന്നപ്പള്ളിക്ക് പോലും അവസരം കിട്ടി. പക്ഷേ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പലയിടത്തും ശക്തിയുള്ള പല മണ്ഡലങ്ങളിലും അവർക്ക് നിർണായക വോട്ടും സ്വാധീനമൊക്കെ ഉണ്ടായിട്ടും അവരെ മാത്രം അവഗണിക്കുന്നു, അവർക്ക് മാത്രം സ്ഥാനങ്ങളൊന്നും കിട്ടുന്നില്ല എന്നൊരു അസംതൃപ്തി ആ പാർട്ടിയിലുണ്ട്. സ്വാഭാവികമായിട്ടും പല റൗണ്ട് ചർച്ചകൾ നടന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ UDF-ലേക്ക് ആദ്യം വരാൻ സാധ്യതയുള്ള പാർട്ടി RJD ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി രണ്ടാമത്തേത് കേരള കോൺഗ്രസ് M ആണ്. കേരള കോൺഗ്രസ് M-നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സണ്ണിച്ചായം പറഞ്ഞ പല കാര്യങ്ങളും പ്രസക്തമാണ്. ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല. കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലാവുമ്പോൾ തീർച്ചയായിട്ടും എല്ലാം സംഭവ്യമാണ്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഈ പറഞ്ഞ നിയമസഭയിൽ മാണി സാറിനെ കൊണ്ട് ആ ബജറ്റ് അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ആ നിയമസഭയിൽ ഇക്കണ്ട കോലാഹലം മുഴുവൻ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ വരെ ശ്രമിച്ച് ആ ബജറ്റ് കീറി എറിഞ്ഞ് നമുക്കറിയാമല്ലോ സ്പീക്കറുടെ കസേര വലിച്ചിട്ടതും കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞതും എന്ന് വേണ്ട ആ മേശപ്പുറത്ത് കൂടി നടത്തിയ ആ പൊറോട്ട് നാടകങ്ങളൊക്കെ കണ്ടു. അന്ന് ഈ പറഞ്ഞ ബാർക്കോഴയുടെ കാര്യത്തിലൊക്കെ പാലായിലും ഏറ്റുമാനൂരും ഒക്കെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അടക്കം നടത്തിയ പ്രസംഗങ്ങളും നോട്ടെണ്ണൽ മെഷീനും അടക്കമുള്ള ഇതൊക്കെ പറഞ്ഞ ആ വാക്കുകളൊക്കെ ഞാനന്ന് കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ പ്രസംഗങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ഒരാൾക്കെതിരെ ഇത്രത്തോളം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടാവില്ല ഇത്രയും വലിയ പ്രതിഷേധവും ഇത്ര വലിയ ആരോപണങ്ങളും എല്ലാം. പക്ഷെ എന്നിട്ടും ഒരു സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസ് M ജോസ് കെ മാണിയുടെ പാർട്ടി ഇടതുമുന്നണിയുടെ ഭാഗമാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് സാധ്യമാണെങ്കിൽ പിന്നെ UDF-ലേക്കുള്ള വരവിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് ഇടതുമുന്നണിക്ക് അത്രയും വലിയ എതിർപ്പും അത്രയും വലിയ കോലാഹലം ഉണ്ടാക്കിയ, ഇത്രമാത്രം പുലഭ്യം പറഞ്ഞ പൊലയാട്ട് പറഞ്ഞ ആ പാർട്ടിക്കും ആ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ പറഞ്ഞ ഇടതുമുന്നണിക്ക് ഒരു ഉളുപ്പുമില്ലാതെ ആ പാർട്ടിയെ പിടിച്ച് സ്വന്തം ഭാഗമാക്കാൻ കഴിയുമെങ്കിൽ ആ പാർട്ടി നമുക്കറിയാം എന്തുകൊണ്ടാണ് മാറിയതൊന്നും എങ്ങനെയാണ് പോയത്. വളരെ നിസ്സാരമായൊരു കാരണത്തിൻ്റെ പുറത്താണ് ആ കാര്യത്തിൽ UDF-ന് ഒരു തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം അതായത് UDF-ൻ്റെ ഈ പറഞ്ഞ കമ്മിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ UDF യോഗത്തിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തുന്നു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തീരാത്ത ചർച്ചകളുടെ ഒടുവിൽ ഒരു അച്ചടക്ക നടപടി എന്നുള്ളതിലേക്ക് തൽക്കാലത്തേക്ക് UDF യോഗങ്ങളിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ബെന്നി ബെഹനാൻ അന്ന് UDF ചെയർമാൻ കൺവീനറായിരുന്നു. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ UDF-ൽ നിന്ന് പുറത്താക്കുന്നു എന്ന രീതിയിലാണ് ആ പ്രസ്താവന വന്നത്. യഥാർത്ഥത്തിൽ UDF യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രമാണ് തീരുമാനിച്ചത്. പക്ഷേ അദ്ദേഹം പറഞ്ഞപ്പോൾ UDF-ൽ നിന്ന് തൽക്കാലത്തേക്ക് പുറത്താക്കുന്നു എന്ന വാക്കാണ് വന്നത്, എന്ന വാചകമാണ് വന്നത്. ആ വാചകത്തിൽ പിടിച്ചാണ് അപമാനിച്ചു. UDF-ൽ നിന്ന് പുറത്താക്കി ഞങ്ങൾക്ക് പിന്നെ UDF-ൽ നിൽക്കേണ്ട ആവശ്യം എന്താണ്? എല്ലാം അതിനു മുമ്പുള്ള സർവ്വതും മറന്ന് അതിനു മുമ്പ് മാണി സാറിനെ അന്ന് കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ബോഡി ഗാർഡുകളായിട്ട് നിന്ന ആ UDF ബന്ധം ആ മാണി സാറിന് വേണ്ടി എന്താ പറയുക രക്ഷാദൗത്യം നിർവഹിച്ച കോൺഗ്രസിനെയും UDF ഘടകകക്ഷികളെയും ഒക്കെ മറന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ ഇടതുമുന്നണിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഒറ്റ വാചകത്തിൻ്റെ ആ ഒരു ഇത് അതിൽ മുറുകെ പിടിച്ചുകൊണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാനിപ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് അടുത്ത പഞ്ചായത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കൂടി കാത്തിരിക്കുകയായിരിക്കും. അതിനുശേഷം അതിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ കേരള കോൺഗ്രസിൻ്റെ ഈ തീരുമാനമൊന്നും ഇപ്പോൾ പറയുന്നതൊന്നും കണക്കിലെടുക്കണ്ട. അവർ തീർച്ചയായിട്ടും അടുത്ത ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പോ അതിനുശേഷമോ തീർച്ചയായിട്ടും UDF കൂടാരത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ സാധ്യതകളും അങ്ങോട്ടാണ്. ഇതിനകത്ത് സാധ്യത കുറഞ്ഞൊരു പാർട്ടി CPI ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു മുന്നണിയുടെ ഭാഗമാണ് CPI. അതുകൊണ്ട് തന്നെ കേരളത്തിൽ UDF-നോട് ചേർന്നാൽ പിന്നെ ഇടതുപക്ഷ മുന്നണിയുടെ അഖിലേന്ത്യാ തലത്തിൽ ആ ഭാഗമായിട്ട് നിൽക്കാനുള്ള പ്രയാസമൊക്കെ ആലോചിച്ച് ഒരുപക്ഷെ
CPI ഈ UDF-ലേക്ക് ചേരാൻ കുറച്ച് പ്രയാസമായിരിക്കാം. അതും അസാധ്യമൊന്നുമല്ല. ഇതിനു മുമ്പത്തെ ചരിത്രമൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതും സംഭവ്യമാണെന്ന് തന്നെയാണ്. എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതല്പം ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ 2016-ലായാലും 2021-ലായാലും പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രം ആ രൂപത്തിലാണ്. നേരത്തെ ഇല്ലാതിരുന്നവരെ കൂടെ കൂട്ടുക എന്ന രൂപത്തിലേക്ക് അത് മാറിയത്. അതൊരു ഒരു ഒരു ബുദ്ധിപരമായ നീക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നീക്കം നടത്തുന്നത് VD സതീശനാണ് എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നത്. അത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അതിനുശേഷം പറയുമ്പോൾ അതിനൊരു മാനം കുറച്ചുകൂടി മാറുകയാണല്ലോ. അപ്പോൾ ആ രൂപത്തിൽ അതിനെ പറയുന്നതിനെ ഇടതുപക്ഷം എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ അതിനെ പൂർണ്ണമായും സ്വീകരിച്ച മറ്റുള്ള പ്രതികരണം എവിടെയും വന്നിട്ടില്ല. ഈ CPI ഒക്കെ ചിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗവും ഇപ്പോൾ ഇല്ല എന്ന രൂപത്തിൽ പ്രതികരണമാണ് നടത്തുന്നത്. പക്ഷേ ഇതൊരു അവസാന വാക്കായി കാണാൻ സാധിക്കില്ലല്ലോ. എന്തൊക്കെയോ ചർച്ചകൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കില്ലേ ആ പ്രതികരണം? രാഷ്ട്രീയത്തിൽ, ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ഏത് സമയത്തും ഏത് തരത്തിലുള്ള നിലപാട് മാറ്റവും പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമാണ്. അത് പെട്ടെന്ന് നടക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും പുറത്തു വരുന്നത് പെട്ടെന്ന് തന്നെയാണ്. അത് ആരും അതിൻ്റെ അകത്തൊരു അസ്വാഭാവികത കാണാറുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ചർച്ച ഇങ്ങനെ വരുമ്പോൾ വാസ്തവത്തിൽ എന്താണ് ഇവരുടെയൊക്കെ മനസ്സിൽ എന്ന് നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. കാരണം ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഒരു UDF കൺവീനറോ ചേർന്ന് തീരുമാനിച്ചാൽ എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാണോ ഇത്ര രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ഇതപര്യന്തമുള്ള കാര്യത്തിൽ, അവരുടെ കാര്യത്തിൽ തന്നെ UDF ഉണ്ടായതിനു ശേഷം UDFന്റെ കാര്യത്തിൽ ആലോചിച്ചാൽ മതി. അത് ഏതെങ്കിലും കൺവീനർ മാത്രം ചേർന്നെടുക്കുന്ന തീരുമാനങ്ങളേ ആയിരുന്നില്ല ഒരു കാലത്തും. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ബെന്നി ബെഹനാൻ UDF കൺവീനറായിട്ട് ഇരിക്കെ നടത്തിയ വാർത്താ സമ്മേളനം, അതിലാണല്ലോ മാണി ഗ്രൂപ്പിനെ മാറ്റി നിർത്താൻ തീരുമാനിക്കുന്നത്. ബെന്നി ബെഹനാൻ ഒരാൾ വിചാരിച്ചാൽ അത്തരൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയും എന്ന് സ്മൃതി കരുതുന്നുണ്ടോ? കരുതുകയില്ലല്ലോ, നടക്കില്ല. അത് കോൺഗ്രസ് നേതൃത്വം ആഴത്തിൽ ചർച്ച ചെയ്യുകയും മുന്നണിയിൽ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട കക്ഷികളുമായി വലിയ തോതിൽ ദിവസങ്ങളോളം ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടാണ് കെ മാണിയെ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നത്. ആ നിർദ്ദേശം മാധ്യമപ്രവർത്തകരോട് പറയുക എന്നുള്ള നിയോഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ നടന്ന പല പ്രതികരണങ്ങളിലും കുഞ്ഞാലിക്കുട്ടി അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു, അതിലൊരു ഇടപെടൽ നടത്തുമായിരുന്നു എന്നുള്ളതാണ്. ഈ കമ്മ്യൂണൽ ഇക്വേഷൻ കൃത്യമായി UDF-ൽ നടപ്പാക്കിയിരുന്ന നേതാക്കളാണല്ലോ. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആയാലും KM മാണി ആയാലും ഇപ്പുറത്ത് ഉമ്മൻചാണ്ടി ആയാലും അതായിരുന്നല്ലോ ആ ഇക്വേഷൻ. അത് അങ്ങ് തകർക്കാൻ അത് പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്, അതിൽ വിജയിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അന്ന് ഒരു ചർച്ച നടക്കാതെ പോയത് കൊണ്ടാണ് എന്ന വിലയിരുത്തൽ, അതൊരു അബദ്ധമായി പോയി എന്ന വിലയിരുത്തൽ ഇപ്പോൾ കോൺഗ്രസിനാകെ ഉണ്ട്. അല്ലാതെ ഇങ്ങനെ നേതാക്കൾ പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ വസ്തുത എന്താണെന്നുള്ളത് ഈ രാഷ്ട്രീയം ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയുകയും ചെയ്യാമല്ലോ. ഉമ്മൻചാണ്ടിയുടെ എക്കാലത്തെയും ശക്തമായ ആഗ്രഹങ്ങളിൽ ഒന്ന് കോട്ടയം ജില്ലയിൽ കോൺഗ്രസിനെ നമ്പർ 1 ആക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ മാണി ഗ്രൂപ്പിന്റെ ശക്തമായ സാന്നിധ്യമാണ് അതിനേക്കാളും തടസ്സം നിന്നത്. എന്നോട് അന്തരിച്ച ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഞാനൊരു അഭിമുഖത്തിന് ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഒരു ചാനലിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. ഈ തന്റേതടക്കമുള്ള കേരള കോൺഗ്രസുകളെ പിളർപ്പുണ്ടാക്കിയതിൽ ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എന്ന് എന്നോട് നേരിട്ട്, ഞാൻ പ്രസിദ്ധീകരിച്ചതാണ് ആ ഇന്റർവ്യൂ ഒരു പത്രത്തിന് വേണ്ടി, ഞാൻ അന്ന് ജോലി ചെയ്യുന്ന പത്രത്തിന് വേണ്ടി എന്ന് ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിലെ വീട്ടിലിരുന്നാണ് പറയുന്നത്. അത് ഏറിയ കൂറും ശരിയാണെന്ന് അനുഭവങ്ങളുണ്ട്, നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ അതല്ല. ആ വിഷയമല്ലോ നമ്മൾ അത്തരം കാര്യങ്ങളല്ലോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയാണ് മാണി ഗ്രൂപ്പ് പിളരുന്നത്, LDF-ലേക്ക് മാറുന്നത്. LDF-ലേക്ക് മാറുന്നതിന് മുമ്പ് എങ്ങനെയാണ് കെ മാണി അനുനയിപ്പിച്ചത്? സണ്ണിക്കുട്ടിക്കൊക്കെ നന്നായിട്ട് അറിയുന്ന കാര്യമാണല്ലോ പാലായിൽ ആരൊക്കെയാണെന്ന് ചെന്നിരുന്നതെന്നുള്ളത്. കെ മാണിയുടെ വീട്ടിൽ അങ്ങനെ അന്ന് പിടിവാറ അവിടെ ഉണ്ട്. ആ സമയത്താണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു. ചെങ്ങന്നൂർ ബൈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് അതൊക്കെ ഉണ്ടാവുന്നത്. അദ്ദേഹം തിരിച്ചു വരുന്നതൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ ജോസ് കെ മാണിക്ക് സീറ്റ് കിട്ടുന്നതാണ് പ്രശ്നമെന്നാണ്
സണ്ണിക്കുട്ടി പറഞ്ഞത്. ജോസ് കെ മാണി ഇപ്പോൾ രാജ്യസഭാംഗമാണ്. രാജ്യസഭാംഗമായ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ അത്ര ഒരു തർക്കമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇന്നലെ ഞാൻ റോഷിയായിട്ട് പേഴ്സണലി വളരെ കാര്യങ്ങൾ ഇന്നലെ ഈ ചർച്ചയുടെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. മുന്നണിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാണ്. റോഷി അഗസ്റ്റ് മറ്റൊരു നിലപാടാണ്, താല്പര്യമില്ല എന്ന് കേൾക്കുന്നുണ്ട്. അല്ല, മിനിസ്റ്റർ റോഷിയായിട്ട് ഞാൻ ഇന്നലെ ദീർഘനേരം സംസാരിച്ചു എന്ന് ഞാൻ പറയാം നേരിട്ടെ. അപ്പം പിന്നെ ഈ കാര്യങ്ങളടക്കം സംസാരിച്ചു. അതൊന്നും അവരുടെ താല്പര്യങ്ങളിലേ ഇല്ലാത്തതാണെന്ന് വ്യക്തമായി ബോധ്യമുള്ള ഒരാളാണ്. ഇപ്പൊ ഏതായാലും ഞാൻ ഇപ്പൊ ഏതായാലും ആ താല്പര്യം അവർക്കില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. നാളെ ആ താല്പര്യം ഉണ്ടാവില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു UDF-ൽ നിന്ന് വിട്ടുപോകുന്ന ഘട്ടത്തിൽ സഭാ വോട്ടുകളിൽ ഒരു നഷ്ടം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഭവിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ കത്തോലിക്ക സഭ മാത്രമല്ല സഭകളുമായി അടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ഇനി LDF-ൽ നിന്നുകൊണ്ട് തോമസ് ചാഴികാടൻ്റെ പരാജയം തന്നെ ഒരു സൂചനയായി കാണുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എത്രത്തോളം സാധ്യതയുണ്ട് LDF-മായി ചേർന്നിട്ട് എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നു. ഇനി മത്സരം വരുമ്പോൾ CPI-യും കേരള കോൺഗ്രസ് മാണി വിഭാഗവും തമ്മിൽ സീറ്റിനുള്ള തർക്കമുണ്ടാകില്ലേ എന്ന ചോദ്യവും UDF-ന്റെ ഭാഗത്തുനിന്ന് ഉയർത്തുന്നുണ്ട്. അല്ല, ഇത് പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ. പക്ഷേ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ രാഷ്ട്രീയ കക്ഷികളുടെ ചാഞ്ചാട്ടം എന്നൊക്കെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഈ നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണല്ലോ, മറ്റൊന്നും അല്ലല്ലോ. ഈ രാഷ്ട്രീയ കക്ഷികൾ മാറുകയോ മാറാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംഭവവികാസമൊന്നും അല്ലല്ലോ. അത് അതിന്റെ സമയത്ത് അത്തരം കാര്യങ്ങൾ വരികയും ചെയ്യും. ഇപ്പൊ ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിലവിൽ അത്തരം പ്രശ്നങ്ങളില്ല എന്നതേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നാളെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നോ ഇന്നലെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നോ അർത്ഥമില്ലല്ലോ. അതുണ്ടാവും. നിലവിൽ അതില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. RJDയുടെ കാര്യമാണെങ്കിലും RJDക്ക് അന്ന് ഈ പിന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് മന്ത്രിസ്ഥാനം കിട്ടാതിരുന്നത് ആർക്കാ അറിയാത്തത്? അന്ന് ശ്രേയംസ് കുമാർ MP ആയിരുന്നു, രാജ്യസഭാംഗമായിരുന്നു. അതാണല്ലോ അവരെ മാറ്റി നിർത്താൻ കാരണവും തന്നെയായിരുന്നല്ലോ. മറ്റൊരു കാരണം ഉണ്ടായിരുന്നില്ലല്ലോ. അത് ആർക്കും അറിയാൻ വയ്യാത്ത കാര്യമല്ല. പിന്നീടുണ്ടായ സാഹചര്യങ്ങൾ വേറെയാണ്, വ്യത്യസ്തമാണ് സാഹചര്യങ്ങൾ. പക്ഷെ അന്ന് അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കുന്നതിനെ പ്രേരിപ്പിച്ച അടിസ്ഥാന ഘടകം ഇത് മാത്രമായിരുന്നു. അദ്ദേഹം രാജ്യസഭാംഗത്വം രാജ്യസഭ MP ആയി നിൽക്കുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് രണ്ട് പ്രധാനപ്പെട്ട പദവികൾ കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് LDF സ്വീകരിച്ചു. അങ്ങനെ വന്നില്ല. അതാണ് കാര്യം. അപ്പൊ ഇത് ഇപ്പോ പിന്നെ മനയത്യന്ത്രനാണെങ്കിലും KP മോഹനാണെങ്കിലും തർക്കമുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കാം. ശ്രേയംസ് കുമാർ തർക്കമുണ്ടെന്ന് പറയുന്നു. അദ്ദേഹത്തിനും തർക്കങ്ങൾ പലതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് ആ തർക്കങ്ങളൊക്കെ മാറിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്ത കാലത്ത് അദ്ദേഹം പ്രത്യേകിച്ച് തർക്കങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പല കാര്യങ്ങളിലും CM അടക്കം അദ്ദേഹം വിപുലമായ ചർച്ചകൾ നടത്തിയതായും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പരസ്യമായ ഒരു തർക്കം ഉണ്ടെങ്കിൽ പറയുന്നയാളാണ് ശ്രേയംസ് കുമാർ. അതിന് മടി കാണിച്ചിട്ടുമില്ല ഇതുവരെയുള്ള കാര്യത്തിൽ. 2021 മുതലുള്ള കാര്യം എടുത്താൽ പ്രത്യേകിച്ചും കാണിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പോൾ പൊടുന്നനെ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു വിപ്രതിപത്തിയോ വിയോജിപ്പോ ഏതെങ്കിലും ഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇനിയിപ്പം സതീശന് വിസ്മയകരമായ മാറ്റങ്ങൾ സംഭവിപ്പിക്കാനുള്ള നേതൃശേഷി ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിനുള്ള വൈഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുന്നയാളാണ്. പക്ഷെ അതിന് സ്വന്തം പാർട്ടിയിലെ പിന്തുണ എത്രത്തോളം കിട്ടും എന്നുള്ളത് അദ്ദേഹം ആലോചിച്ചോട്ടെ, നടപ്പായിക്കോട്ടെ. കോൺഗ്രസിന് പറ്റുമെങ്കിൽ ചെയ്തോട്ടെ. സണ്ണി ജോസഫ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇലക്ഷന് ശേഷം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇന്ന് UDF കൺവീനർ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ മുന്നണി മാറ്റത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് മാറ്റം, അത്തരമൊരു നിലപാട് മാറ്റത്തിനുള്ള എന്തെങ്കിലും സാഹചര്യം ഇപ്പോൾ വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ശരി, അത് അൻവർ എന്നൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനമാണ്. പക്ഷേ ഇത് രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തിയ ചർച്ചയാണ്, അതും കൂടി പറയേണ്ടതുണ്ട്. ശ്രീ എ. സജീവൻ, ഒരു ചർച്ചകളും നടത്താതെ, ഒരു തരത്തിലുള്ള കൂടിക്കാഴ്ചകളും നടത്താതെയുള്ള ഒരു പ്രതികരണമാണ് VD സതീശൻ നടത്തിയെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? രണ്ട് രീതിയിലും കാണാം. ഒന്ന്, ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം. അതല്ലാതെയും ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യാം. സാധാരണ യുദ്ധങ്ങളിൽ പണ്ടുകാലം മുതൽ തന്നെ എതിരാളിയുടെ വീര്യം കെടുത്താൻ അങ്ങനെ പല കാര്യങ്ങൾ അശക്തനാക്കുന്ന രൂപത്തിലുള്ള പല പ്രസ്താവനകൾ നടത്തും, പോർവിളികൾ നടത്തും. ആ രീതിയിലായിട്ട് ഇതിനെ കാണാം. എനിക്കറിയില്ല ചർച്ച നടന്നു എന്നുള്ള കാര്യം. ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സൂചനകൾ വേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് കൂടി ജയിച്ചതോടെ സ്വാഭാവികമായിട്ടും മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവില്ല എന്ന് വരുത്തേണ്ട
അതങ്ങനെ അത് ഉറപ്പിക്കേണ്ട ചുമതല വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക്, UDF നേതാക്കന്മാർക്കാണ്. അവരതിനുള്ള അടുത്ത തവണ ഈ 2026 തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പേ തന്നെ ഈ രീതിയിൽ ആ മുന്നണിയെ പരമാവധി ദുർബലപ്പെടുത്താൻ, അതിനൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിക്കാൻ ഉള്ളൊരു തന്ത്രമായിട്ട് പോലും ഇതിനെടുക്കാം. ഈ ചർച്ച നടന്നിട്ടുണ്ടോ, നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ പോലും അങ്ങനെ എവിടെയെങ്കിലും ചർച്ച നടന്നതിൻ്റെ സൂചനകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ മാറുക എന്ന് പറയും. നമുക്കറിയാം 57 മുതൽ ഈ പാർട്ടികളെല്ലാം കേരള കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും RSP ആണെങ്കിലും എല്ലാ പാർട്ടികളും ജനതാദളാണെങ്കിലൊക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറി മാറി കളിച്ചിട്ടുണ്ട്. എല്ലാ കോൺഗ്രസ് മുന്നണിയിലുണ്ടായിട്ടുണ്ട്, CPM മുന്നണിയിലുണ്ടായിട്ടുണ്ട്. ആ രീതിയിലേക്ക് മാറിക്കളിച്ചുകൊണ്ട് അതിനൊന്നും ആ മാറ്റങ്ങൾക്കൊരു പ്രത്യേക കാരണം ഉണ്ടായിട്ടില്ല. അതിന് നമുക്കറിയാം, ഇപ്പോൾ വീരേന്ദ്രകുമാർ പിന്നെ LDF വിട്ട് UDFിലേക്ക് പോകുന്നതിന് ഏക കാരണം അദ്ദേഹം തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിക്കുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം സീറ്റായിരുന്ന കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം റിയാസിന് CPM പിടിച്ചെടുത്തിട്ട് റിയാസിന് കൊടുത്തതാണ്. അതോടുകൂടി അദ്ദേഹം പോയി. അതേ സമയത്ത് തന്നെ പൊന്നാനി മണ്ഡലത്തിൽ ഇതേപോലെ ഒരു പിടിമുറുക്കം ഉണ്ടായിരുന്നു. PDPയുമായിട്ട് ഒരു രഹസ്യധാരണയുടെ പേരിൽ അവർക്ക് താല്പര്യമുള്ള ഒരാളെ CPM നിർത്തിയപ്പോൾ, സ്വതന്ത്രനായിട്ട് നിർത്തിയപ്പോൾ അതിനെതിരെ അന്ന് വെളിയം ഭാർഗവനാണ് CPI അദ്ദേഹം എത്ര രൂക്ഷമായിട്ടാണ് പരസ്യമായിട്ട് പിണറായി വിജയനെതിരെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതിരൂക്ഷമായിട്ടായിരുന്നില്ല. പക്ഷേ അവർ വിട്ടുപോയില്ല, വീരേന്ദ്രകുമാർ വിട്ടുപോകുന്നൊരവസ്ഥയുണ്ടായി. ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നത്. പിന്നെ ഒരു ചർച്ചയും ഇല്ലാതെയും ചിലപ്പോൾ ചില ധാരണയുടെ പുറത്തും ഉണ്ടാകും. കുറച്ചു കാലം മുമ്പ് നമ്മൾ ലീഗിൻ്റെ കാര്യത്തിൽ കണ്ടാണ് CPM നേതാക്കന്മാർ, അത് പ്രത്യേകിച്ച് ഇപ്പോൾ MV ഗോവിന്ദനൊക്കെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം തന്നെ ആ ലീഗിനെ പുകഴ്ത്തുന്ന രൂപത്തിൽ, ലീഗ് വർഗീയ പാർട്ടിയല്ല, ലീഗ് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന സാമുദായിക പാർട്ടിയാണ് എന്നൊക്കെ രീതിയിൽ അവർ വിശദീകരിച്ചു. ലീഗിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നൊരവസ്ഥയുണ്ടായി ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പക്ഷേ ഞാൻ അന്ന് മനസ്സിലാക്കിയെടുത്തോളം ചില ലീഗ് നേതാക്കന്മാരുമായിട്ട് ഇവർ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായില്ല. ലീഗിലെ പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒരിക്കൽ പോലും അതിന് അംഗീകരിക്കുന്നതായിരുന്നില്ല. അവർ പരസ്യമായി പറയുന്നൊരവസ്ഥ വന്നു. ലീഗിലെ തന്നെ പല നേതാക്കന്മാരും, ഷാജിയെ പോലുള്ള, മുനീറിനെ പോലുള്ള ആളുകളൊക്കെ ആ ഒരു സംഭവത്തിനെ അതിരൂക്ഷമായിട്ടാണ് അതിനോട് പ്രതികരിച്ചിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ചില അസ്വാസ്ഥ്യങ്ങളൊക്കെ ഈ മുന്നണിയിൽപ്പെട്ട ഘടകകക്ഷികൾക്ക്, LDFിലെ ഘടകകക്ഷികൾക്ക് പലർക്കും ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പം എന്തായാലും CPIയുടെ കാര്യം പറയാം. CPI നേരത്തെ കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നാണ് ഒക്കെ പറഞ്ഞാൽ പോലും ഇടതു മുന്നണി എന്ന രൂപത്തിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രൂപത്തിൽ ഒരു മുന്നണി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഞാനതാണ് പറഞ്ഞത്, ഇത് കടുത്ത എതിർപ്പുണ്ടായിട്ട് പാർട്ടി വിടാമായിരുന്ന, അല്ലെങ്കിൽ മുന്നണി വിടാമായിരുന്ന ഒരു ഘട്ടത്തിൽ പോലും വെളിയം ഭാർഗവനെ പോലെ കടുംപിടുത്തക്കാരനായ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിട്ട് പോലും അവർ മുന്നണി വിട്ടിട്ടില്ല. ഇപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമൊന്നുമില്ല. അവർക്കിടയിൽ അങ്ങനെ CPMുമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടി ലയനത്തെക്കുറിച്ച് CPM അതിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ള പ്രശ്നമല്ലാതെ വേറെ ചിലയിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ അന്നുണ്ടായതുപോലെ ഞങ്ങളോട് ചോദിക്കാതെ ഞങ്ങളുടെ സീറ്റ് എടുക്കാൻ ഈ പിണറായി വിജയൻ ആരാണെന്നൊക്കെ പറഞ്ഞ് അതിരൂക്ഷമായിട്ട് അന്ന് വെളിയം പറഞ്ഞാണല്ലോ. അപ്പോൾ ആ രീതിയിലേക്കൊരു ഇതിൽ അതാണ് പ്രകാശ് ബാബുവിൻ്റെ ഈ പ്രതികരണത്തിലുള്ളത്. ഞങ്ങൾ അങ്ങനെ ക്ഷണിക്കുന്നത് പോലെ തെറ്റാണ്, അതൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ നിലപാടിൻ്റെ രീതിയാണ്. അപ്പോൾ അതേപോലെ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പുറത്ത് പോയാൽ കിട്ടാവുന്ന പരിഗണന നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഇപ്പം PJ ജോസഫിൻ്റെ പാർട്ടിയേക്കാൾ പരിഗണന കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇതേപോലെ മത്സരിക്കാനുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു പക്ഷേ അതിൽ തന്നെ പെട്ട പല ആളുകൾക്കും മുന്നണി മാറണം എന്നുള്ള താല്പര്യം ഉണ്ടായേക്കാം. ഈ താല്പര്യങ്ങളൊക്കെ RJDയുടെ കാര്യത്തിലുണ്ട്. എനിക്കറിയാം, അവിടുത്തെ അതിലൊരു നേതാവ് അതിനുവേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻസൊക്കെ നടത്തിയതായിട്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടൊരു ചർച്ച, കാര്യമായിട്ടൊരു ചർച്ച ഇതിൽ നടന്നതായിട്ട് തോന്നുന്നില്ല. ഇതൊരു ശരിയായ നല്ല കാര്യമാണ്. ഈ തുടർച്ചയായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം, അതിൽ പ്രത്യേകിച്ച് LDFിൻ്റെ കയ്യിലുള്ള ഒരു സീറ്റ്, അൻവർ അപ്പുറത്തെ ചാടിയാണെങ്കിൽ പോലും LDFിൻ്റെ സീറ്റ്, അവരുടെ ഒരു സീറ്റ് കുറയ്ക്കുന്ന രൂപത്തിലെങ്കിലും കൊണ്ടുവരാൻ പറ്റി. അവിടെ അൻവർ എതിർത്ത് നിന്നിട്ട് പോലും ഈ പറയുന്ന രൂപത്തിൽ VD സതീശനെയും
സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൗക്കത്തിനെയൊക്കെ എന്തെല്ലാം തരത്തിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പോലും അവിടെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആഹ്ലാദത്തിൻ്റെ ഘട്ടത്തിൽ ഇനി അങ്ങോട്ടേക്കുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായിട്ടും 2026 വിജയം ഉറപ്പിക്കുക, ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ ക്ഷണം. ഒരു പക്ഷേ ഇതങ്ങൾ കുറേ കൂടി കഴിയുമ്പോൾ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ നിഷേധിച്ച ആളുകളൊക്കെ ഒരു പക്ഷേ മാറ്റി പറയാൻ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം അതിൻ്റെ എങ്ങനെയൊക്കെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പോൾ ഇവിടെ നേരത്തെ പൊടിപ്പാറ പറഞ്ഞ പോലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന രീതിയിലൊക്കെ ഒരു നോട്ടമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അപ്പോഴും ഇടതുപക്ഷത്തിന് വീഴ്ചയാണ് ഉണ്ടാകുന്നതെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ RJDയുടെ ഒക്കെ മനസ്സ് മാറാൻ വളരെ എളുപ്പമാണ്. കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ സഭകൾ എടുക്കുന്ന നിലപാട് കൂടി പ്രധാനമാണല്ലോ ശ്രീ സജീവൻ. ഇപ്പോൾ സഭ എടുക്കുന്ന നിലപാട്, സഭ ഇപ്പോൾ UDFുമായി കൂടുതൽ അടുത്തിട്ടുണ്ട്, ഇടയ്ക്കുണ്ടായിരുന്ന ഒരു അകൽച്ച അത് മാറിയിരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അതുണ്ടാവും. പക്ഷേ സഭകൾ എതിർക്കുന്ന ഘട്ടത്തിൽ പോലും മാറി ചിന്തിച്ചിട്ടുള്ള ആളുകളാണല്ലോ അവരൊക്കെ. സഭയ്ക്ക് UDFിനോട് താല്പര്യം ഉണ്ടായിരുന്ന സഭകൾക്ക്, ഒരു സഭയ്ക്കല്ല മറ്റു സഭകൾക്കൊക്കെ UDFിനോട് താല്പര്യം ഉണ്ടായിരുന്നപ്പോഴും LDFിൻ്റെ ഭാഗമായിട്ട് ഇവർ നിന്നിട്ടുണ്ട്, KM മാണി ഉണ്ടായിരിക്കുന്ന കാലത്ത് തന്നെ. അപ്പോൾ അത് ആ മാറ്റങ്ങൾ ഇപ്പോൾ സഭയെ പേടിച്ചല്ല, സാധാരണഗതിയിൽ ഒന്ന് ജോസ് കെ മാണിക്കുള്ള ഒരു സീറ്റ്, ഉറച്ചൊരു സീറ്റ് കിട്ടുക എന്ന് പറയുന്ന അദ്ദേഹം ഇങ്ങനെ രാജ്യസഭാ മെമ്പറായിട്ടിരിക്കാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. അവിടെ പോയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇല്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം KM മാണിയെപ്പോലെ സംസ്ഥാന രാഷ്ട്രീയമാണ്. ആ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിന് കടന്നു വരാൻ, അദ്ദേഹത്തിന് ഇപ്പം പറയുന്ന പോലെ പാലാ സീറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഈ പാർട്ടിയുടെ കയ്യിൽ പോലും അല്ല, അതൊരു പരാജയപ്പെടുന്ന സീറ്റായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം വേറൊരു സീറ്റ് കിട്ടാവുന്നൊരവസ്ഥ, ഒരു പക്ഷേ ആ ഒരു സാധ്യത ഇപ്പുറത്ത് LDF തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ആ തീരുമാനം തന്നെ ഉണ്ടാവണമെന്നില്ല. അതിനേക്കാൾ UDF ഒരു നല്ല സാധ്യത കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ സീറ്റുകളുടെ കാര്യത്തിൽ, ഞാനതാണ് പറഞ്ഞത്, കോഴിക്കോട് സീറ്റിൻ്റെ ഒറ്റ കാര്യത്തിലാണ് വീരേന്ദ്രകുമാർ അപ്പുറം പോയത്. തിരിച്ചു വന്നതും ഇതേപോലെ ചെറിയ കാര്യം കൊണ്ടാണ്. അവരുടെ അസംതൃപ്തി പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിട്ടുമുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ പറയുന്നത് പോലെ കോൺഗ്രസിനകത്തുള്ള കോൺഫിഡൻസ്, UDFിനകത്തെ ഒരു ആത്മവിശ്വാസം, അത് എത്രത്തോളം ഉണ്ട്, അതിൽ എത്രത്തോളം ഐക്യമുണ്ടെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ PV അൻവർ എന്നൊരു വ്യക്തിയാകട്ടെ, അതൊരു മുന്നണിയിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിലല്ല, PV അൻവർ എന്നൊരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ആ വാതിലുകൾ അടഞ്ഞു, അത് UDFിൻ്റെ ഉറച്ച തീരുമാനമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. അപ്പുറത്ത് ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, ETA പോലുള്ള നേതാക്കൾ പറയുന്നു അൻവർ ഒരു ഫാക്ടറാണ്, അൻവറിനെ പരിഗണിക്കേണ്ടി വരുമെന്ന്. ലീഗിനെ സംബന്ധിച്ച് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അൻവർ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്, അൻവർ എന്ന ഫാക്ടർ ഒരു പ്രധാന പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ലീഗിൽ നിന്നും അസംതൃപ്തരായ കുറേ ആളുകളെയൊക്കെ കൂട്ടിയാൽ മതിയല്ലോ, അത് കോൺഗ്രസിനും അത്തരത്തിലുണ്ടാകും. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് ലീഗ് നടത്തുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖവിലക്കെടുക്കാത്തത്? അങ്ങനെയെങ്കിൽ അതിൽ ഒരു ലീഗിനും കോൺഗ്രസും തമ്മിലൊരു ഐക്യമുണ്ടോ എന്നൊരു സംശയം ഉയരില്ലേ? സ്മൃതി, അതിനു മുമ്പ് നമ്മൾ 5 പേരിരുന്ന് ഈ ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? കേരള കോൺഗ്രസിൽ അങ്ങനെ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും നടക്കുന്നില്ല, CPIയിൽ നടക്കുന്നില്ല, RJDയിൽ നടക്കുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഇപ്പോൾ ഇടതുമുന്നണിയിലുള്ള ഏത് ഘടകകക്ഷി UDFിലേക്ക് വരാൻ തയ്യാറാവുകയാണെങ്കിലും അവരെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ UDF തയ്യാറാ, UDF സന്നദ്ധമാണ്. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ ഇവിടെ സ്മൃതി പറഞ്ഞതുപോലെ അൻവറിന്റെ പ്രശ്നം മറ്റൊന്നാണ്, അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ കേരള കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു. കേരള കോൺഗ്രസിൽ ഇപ്പൊ നമ്മൾ റോഷി അഗസ്റ്റിനോട് ചോദിക്കുമ്പോൾ റോഷി അഗസ്റ്റിന് ഈ ഒരു വർഷം കൂടെ അല്ലെങ്കിൽ 8-9 മാസം കൂടെ മന്ത്രിസ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ഇല്ല, ഞങ്ങൾ UDFിലേക്ക് പോകണമെന്ന് പറയുമോ? നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞാൽ? സത്യം പറഞ്ഞാൽ കേരള കോൺഗ്രസിൽ ഇപ്പൊ 2 ഗ്രൂപ്പാണ് സ്മൃതി. അതായത് റോഷി അഗസ്റ്റിൻ പാർട്ടി ചെയർമാൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല, പാർട്ടി ചെയർമാന് വേണ്ടത്ര ഒരു പ്രാധാന്യമോ പരിഗണനയോ നൽകുന്നില്ല, കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അതങ്ങനെയാണ് ഇവിടെ സംഭവം എന്ന് പറയുന്നത് അണികളിലെ പ്രശ്നമാണ്. കേരള കോൺഗ്രസിൽ അവർക്ക് അണികൾക്ക്, നേതാക്കൾക്ക് പരസ്പരം സംസാരിച്ചൊക്കെ പോകാൻ പറ്റും, പക്ഷെ അണികൾക്ക് CPM-ഓട് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. പാലായിൽ എന്താ നടക്കുന്നത്? പാലാ മുനിസിപ്പാലിറ്റിയിൽ പാലാ മാണിയുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് M ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തമായ സ്ഥലമല്ലേ? അവരെ നിരന്തരം എന്നോണം മുനിസിപ്പൽ ഭരണത്തിൽ അവമാനിച്ചുകൊണ്ടിരിക്കുകയാണ് CPM.
ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുപോലെ ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം കിട്ടാഞ്ഞത് പിന്നെ രാജ്യസഭയുടെ പേരിലാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ LDF എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രത്തിൽ മോഡിയോടൊപ്പം ഭരണത്തിൽ പങ്കാളിയാകുന്ന ഒരു ജനതാദളിനെ ഇവിടെ മന്ത്രിസ്ഥാനം കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു മുന്നണിയാണിത്. അവരെ മാറ്റാൻ തയ്യാറായിട്ടില്ല. കൃഷ്ണൻകുട്ടിച്ചേട്ടൻ ഇപ്പോഴും മന്ത്രിയാ. അതാണ് LDF. ആ LDF RJDക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത് ഇതിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വീരേന്ദ്രകുമാറിന് സീറ്റ് കൊടുക്കാഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം പോയത്. പാലക്കാട് വീരേന്ദ്രകുമാർ തോറ്റതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തിരികെ LDFിലേക്ക് പോയത്. ഏറ്റവും കൂടുതൽ അപമാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി അതാ. അതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസ്. ഇതെല്ലാം വളരെ യാഥാർത്ഥ്യമാണ്. പിന്നെ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അത് തുടങ്ങുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. നമ്മളൊക്കെ എത്ര ചർച്ചകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. അതിനൊരു ഒരു ഒരു തഞ്ചവും തായവും ഒക്കെ ഉണ്ട്. എന്നാൽ രാവിലെ ആളുകൾ കാണുക ചർച്ച നടത്തുകയല്ല, തുടങ്ങുകയല്ല. അത് അതിന്റെ ചില മട്ടും മാതിരിയിലും കാര്യങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു ഔദ്യോഗികമായ ചർച്ചകളൊക്കെ പിന്നീടാണ് നടക്കുന്നത്. ഞാൻ CPIയുടെ കാര്യത്തിലൊന്നും പറയുന്നില്ല. CPI UDFിലേക്ക് വരുമെന്നോ അത്തരം കാര്യങ്ങളൊന്നും. പക്ഷേ കേരള കോൺഗ്രസിന്റെയും അതുപോലെ RJDയുടെ കാര്യത്തിൽ മറിച്ചുള്ള ചില സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞത് അൻവറിന്റെ പ്രശ്നത്തിൽ UDFിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ലീഗിലെ ചില ആളുകൾ, ലീഗിലെ ഒരു വിഭാഗം ആളുകൾ അൻവറിനെ കൊണ്ടുവരണം എന്ന് പറയുന്നു. ഞാനൊരു സിമ്പിളായ കാര്യം ചോദിച്ചോട്ടെ. അൻവർ വലിയ പുലിയാണ്, പുപ്പുലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അൻവറിനെ പോലൊരാള് അല്ലെങ്കിൽ മറ്റൊരാള് ലീഗിന്റെ നേതാക്കളെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ ആളാണ് അൻവർ. എന്താ ഈ DNA പരിശോധിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. വേദി പങ്കിടുകയൊക്കെ ചെയ്തതല്ലേ അതിനുശേഷം? അല്ല, ഖേദപ്രകടനം ഇനിയിപ്പോ വേണമെങ്കിൽ ആര്യാടൻ ഷൗക്കത്തെ തള്ളി പറഞ്ഞതിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ തള്ളി പറഞ്ഞതിനെ കുറിച്ചൊക്കെ പറയാം. ഖേദപ്രകടനം അവിടെ നിൽക്കട്ടെ. DNA 150 കോടി രൂപയുടെ അഴിമതി ആർക്കെതിരായിട്ട്? പ്രതിപക്ഷ നേതാവിനെതിരായിട്ട്. ഞാൻ ചോദിച്ചോട്ടെ, ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച്, ഞാൻ പേരൊന്നും പറയുന്നില്ല, കുഞ്ഞാലിക്കുട്ടി എന്ന് വെച്ചു, കുഞ്ഞാലിക്കുട്ടിയെ ഇതുപോലെ ആക്ഷേപിക്കുന്ന ഒരാളെ, ഒരു കോൺഗ്രസ്സുകാരനോ മറ്റേതെങ്കിലും പാർട്ടിക്കാരനോ ആവട്ടെ, അയാളെ നിങ്ങൾ UDFിൽ കൊണ്ടുവരാൻ ലീഗ് സമ്മതിക്കുമോ? എന്തിനാ കൂടുതൽ സംസാരിക്കുന്നേ? എന്തുമായിക്കോട്ടെ, 19,000 വോട്ട് എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ കിട്ടിയ വോട്ടാ. അല്ല, തൊട്ടടുത്തൊരു സീറ്റിൽ പോലും ഇതുപോലെ ഒരു സ്വാധീനമുണ്ടാക്കാൻ, അല്ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും അസംതൃപ്തിയിലേക്ക് വിളിച്ചുകൂട്ടി അദ്ദേഹം എന്തോ പരാജയപ്പെടുത്തിക്കളെ എന്ന് പറഞ്ഞാല്, ഈ മലയോര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്ന വിഷയമാണല്ലോ. എന്ത് മലയോര കർഷകരാ സ്മൃതി? എന്നിട്ട് മലയോര കർഷകർക്ക് വേണ്ടിയാണല്ലോ അവിടെ കിടന്ന് നിലവിളിച്ചു കൊടുത്തിരുന്നത്. എത്ര വോട്ട് കിട്ടി മലയോര മേഖലകളില്? ഒന്ന് ആലോചിച്ചു നോക്കി. ഈ മലയോരം എന്ന് പറഞ്ഞ ഉടനെ മലയോരം അൻവറിന്റെ കൂടെ നിൽക്കുകയാണോ? ലീഗിന് പിന്നെ മലപ്പുറം ജില്ലയിൽ യാതൊരു കെട്ടുറപ്പുമില്ലാത്തൊരു സംഘടനയാണോ? ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാ. സജീവൻ എന്നെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന, നമ്മളെക്കാളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. അവിടെ ഈ അൻവർ വിചാരിച്ചാല് മലപ്പുറത്ത് ലീഗിന് എന്ത് ചെയ്യാനാ സാധിക്കുക? ഇനി ലീഗിൽ ആർക്കെങ്കിലും നിർബന്ധമുണ്ടെന്ന് വിചാരിക്കുക അൻവറിനെ കൊണ്ടുവരണമെന്ന്? വളരെ ഈസി ആയിട്ടുള്ളൊരു വഴിയുണ്ട്. അൻവറിന് ലീഗിലൊരു മെമ്പർഷിപ്പ് കൊടുക്കുക, അദ്ദേഹത്തെ ലീഗിലേക്ക് എടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം UDFിന്റെ ഭാഗമാവും. അദ്ദേഹത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ലീഗിൽ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് മാറും. അൻവറിന്റെ വലിയ സ്വാധീനം UDFിന് ഗുണകരമാകും. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല സ്മൃതി, ഇഷ്യൂ വേറെയാണ്. ഇദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പശ്ചിമ ബംഗാളില് പ്രധാനപ്പെട്ട പാർട്ടി ഭരണകക്ഷി തൃണമൂൽ കോൺഗ്രസ്, അതിന്റെ ഒരു ഘടകവും ഉണ്ടാക്കിക്കൊണ്ട് ഒരു പുതിയ പാർട്ടിയായിട്ട് അദ്ദേഹത്തിന് വരണം. എങ്കിലേ മന്ത്രിസ്ഥാനം കിട്ടൂ. ലീഗിൽ ചേർന്ന് അത് കിട്ടത്തില്ല. ലീഗിൽ ആർക്കെങ്കിലും മുനീറിനോ അല്ലെങ്കിൽ ET മുഹമ്മദ് ബഷീറിനോ ആരുമായിക്കൊള്ളട്ടെ, ഇദ്ദേഹം വന്നെങ്കിലേ നമുക്ക് UDFുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ തൃണമൂല്? നമുക്ക് തൃണമൂലിന്റെ സ്വാധീനം ഇവിടെ എവിടെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ജില്ലയിലുണ്ടോ? സംസ്ഥാന കമ്മിറ്റി ഉണ്ടോ? അദ്ദേഹമുണ്ട്, ഒരു സജി മഞ്ഞക്കടമ്പനും ഉണ്ട്, മറ്റൊരു മനോജ് കുമാറും ഉണ്ട്. ആരാ അല്ലാതെ ഈ പാർട്ടിയിലുള്ളത്?
അദ്ദേഹം സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി, നിലമ്പൂരിലെ ഇഷ്യൂവിന് വേണ്ടി. അതല്ലാതെ തൃണമൂൽ കോൺഗ്രസ് എവിടെയാ ഉള്ളത്? CPM സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ പോലും ഇപ്പോൾ അൻവറിനെ വേണ്ട വിധത്തിൽ അൻവറിനെതിരെ പ്രചാരണം നടത്തിയില്ല എന്നുള്ളതാണ്, വോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. ചുരുക്കി കാണാമോ അപ്പോ? അല്ല, അതവിടെ നിൽക്കട്ടെ. നമ്മൾ UDFന്റെ കാര്യമാണല്ലോ സംസാരിക്കുന്നത്. അതെ, ലീഗിനെ സംബന്ധിച്ച് അവർ ആശങ്കപ്പെടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, എന്റെ പൊന്നു സ്മൃതി, ലീഗ് എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ലീഗ് വളരെ ശക്തമായ കെട്ടുറപ്പുള്ള സംഘടനയാണെന്ന്. അവരെന്താണ് ചെയ്യേണ്ടത്? നിലമ്പൂരിൽ അവരെങ്ങനെ സഹകരിച്ച് ഒന്നിച്ച് ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചോ അതുപോലെ പ്രവർത്തിച്ചിട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനാണ് നോക്കേണ്ടത്. ഇനി അല്ല, ഇദ്ദേഹം ഇല്ലാതെ പറ്റിയില്ല. ഞാൻ പറഞ്ഞ ഒരൊറ്റ എളുപ്പവഴിയുണ്ട്, ഒരു പ്രശ്നവുമില്ല. എത്ര അവരുടെ മെമ്പർഷിപ്പ് ഫീസ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പൈസ അങ്ങോട്ട് കൊടുക്കുന്നു. എങ്ങനെയാണ് അവിടെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായത്? രാവിലെ BJPക്കാർ ചെല്ലുന്നു, മെമ്പർഷിപ്പ് കൊടുക്കുന്നു, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നു, ലീഗിലോട്ട് എടുക്കുന്നു. അദ്ദേഹം ലീഗിൽ ചേരാൻ പറ്റിയ ഒരാളാണ്, ലീഗിൽ വലിയ ബന്ധങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ നമ്മളങ്ങ് UDFിൽ എടുക്കുന്നു, ലീഗിലെടുക്കുന്നു. പോരെ? അല്ലാതെ ഒരു പുതിയ പാർട്ടിയായിട്ട് ഇല്ലാത്ത ഒരു പാർട്ടി, കേരളത്തിലൊരു പ്രസക്തിയുമില്ലാത്ത പാർട്ടി, നിലമ്പൂരിലൊരു പ്രസക്തിയുമില്ലാത്ത പാർട്ടി, ആ ഒരു പാർട്ടിയുടെ ബാനറിൽ വന്ന് വേറെ ലക്ഷ്യങ്ങളോടുകൂടി വന്നാൽ അതിനെ എതിർക്കും. അതിനെ കോൺഗ്രസ് എതിർക്കും, UDFിൽ മറ്റു കക്ഷികളും എതിർക്കും. ലീഗിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ കിട്ടത്തില്ല. അതാണ് പ്രശ്നം. അത് കേരള കോൺഗ്രസിനെയോ RJDയോ കൊണ്ടുവന്ന് മുന്നണിയുടെ അടിത്തറ വിപരീകരിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രണ്ടും രണ്ടാണ്. അന്വേഷണ കാര്യത്തിൽ സതീശൻ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, ആ നിലപാടിൽ നിന്ന് കേരളത്തിൽ ലഭിക്കുന്ന വലിയ വ്യാപകമായ സ്വീകാര്യത, പിന്തുണ, അത് കളഞ്ഞു കുളിക്കാതിരിക്കുകയാണ് UDFും കോൺഗ്രസും ചെയ്യേണ്ടത്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, അദ്ദേഹം അല്പനേരം കൂടി ഉള്ളതുകൊണ്ടാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ എന്താണ് ഈ രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ കോൺഗ്രസിൽ ഐക്യം, UDFിൽ ഐക്യം, ഞങ്ങൾ ഒരുമിച്ച് നിന്നുള്ള വിജയം എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ കാണിക്കാനൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ വിജയശേഷം രമേശ് ചെന്നിത്തല പറയുന്നു, എന്നെ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടില്ല, ഞാൻ എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വിജയഘട്ടത്തിൽ ഇങ്ങനെ ഒരു അപസ്വരം ചെന്നിത്തലയിൽ നിന്ന് വരുന്നത്? അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്ന് വിളിക്കാത്തതിൻ്റെ വിഷമം അദ്ദേഹം പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അത് വളരെ കൃത്യമല്ലേ. നമുക്ക് വേറെ അതിനകത്ത് ഒരുപാട് വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല. ഇത്തരം ഒരു വിജയത്തെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഈ സമൂഹവും കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ളവരും കൊടുക്കുന്നത് VD സതീശനാണ്. VD സതീശൻ ക്യാപ്റ്റനാകുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ നോക്കൂ. VD സതീശൻ പറഞ്ഞു, ക്യാപ്റ്റൻ എന്നാരും എന്നെ വിളിക്കേണ്ട, ഇനി ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ അദ്ദേഹം മേജറാണെന്ന് പറഞ്ഞ് അതിന് കൃത്യമായൊരു മറുപടി പറഞ്ഞു. അത് വലിയ വളരെ ലാഘവത്തിൽ അതൊരു തമാശയാക്കി മാറ്റി. സ്മൃതി, ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ VD സതീശനേക്കാൾ അടുത്ത തവണ മുഖ്യമന്ത്രി ആ കസേര സ്വപ്നം കാണുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആ സ്വപ്ന സാഫല്യത്തിന് ഇതൊക്കെ, ഈവൻ നിലമ്പൂരിലെ വിജയം പോലും ഒരു മാർഗതടസ്സമാകും, വിഘ്നമാകും എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ VD സതീശനെ തുടർച്ചയായി വിജയം കൊയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അൻവറിനെതിരായിട്ടുള്ള ആ ഒരു വിഷയത്തിൽ പോലും VD സതീശനെടുത്ത, നേരത്തെ സണ്ണിച്ചായൻ പറഞ്ഞതുപോലെ കേരളം മുഴുവൻ ആ നിലപാടിനെ ശ്ലാഘിക്കുമ്പോൾ, ആ VD സതീശന് മുമ്പിൽ കേരളത്തിലെ നിഷ്പക്ഷമതികളെല്ലാം അണിനിരക്കുമ്പോൾ, ഒരു കാലത്ത് കോൺഗ്രസിനെ അംഗീകരിക്കാത്തവർ പോലും ഇത്രയും കൃത്യമായൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ VD സതീശനോടൊപ്പം ചേരുമ്പോൾ അതെങ്ങനെയാണ് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആഹ്ലാദത്തോടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? സ്വാഭാവികമല്ലേ അത്? അപ്പോൾ അൻവറിനെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അൻവർ ഇപ്പോൾ സതീശനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറി, അതിനകത്ത് ലീഗിലെ തന്നെ ചിലരുടെയൊക്കെ ഒരു കൂട്ടായ്മ, ഒരു കുറുമുന്നണി ഉണ്ടാക്കി ഏതെങ്കിലും രീതിയിൽ സതീശനെതിരെ ഒരു മുഖം തുറക്കാൻ കഴിയുമോ എന്നത് ലീഗിലെ ചിലർക്ക് സ്വീകാര്യനാണ് രമേശ് ചെന്നിത്തല എന്നുകൂടിയല്ലേ ശ്രീ ജോർജ് പൊടിപ്പാറ? അപ്പോൾ എന്താണ് ഒരു അസ്വീകാര്യതയ്ക്ക് കാരണം? VD സതീശൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുകയാണോ? ലീഗിനോട് ആലോചിക്കാതെ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ? ഈ കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും തമ്മിലൊരു മൂപ്പിളമ തർക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. ഇതൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം.
അതത്ര ഇല്ലായിരിക്കാം. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വി ഡി സതീശൻ എടുത്ത തീരുമാനത്തെ ആർക്കെങ്കിലും എതിർക്കാൻ പറ്റും? ഈ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും UDFൻ്റെ വാതിൽ അടയ്ക്കാൻ തീരുമാനിച്ച ഞാൻ ഒറ്റയ്ക്കല്ല, രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കമുള്ള മുഴുവൻ UDF നേതാക്കളും ഘടകകക്ഷികളും ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് ഈ ഡോർ അടയ്ക്കാൻ, അല്ലെങ്കിൽ ഈ ഷട്ട് ദ ഡോർ എന്നുള്ള തീരുമാനം എന്ന് വി ഡി സതീശൻ നിരവധി തവണ ആവർത്തിച്ചപ്പോൾ അല്ല എന്ന് പറയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞോ? ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞോ? അടൂർ പ്രകാശിന് കഴിഞ്ഞോ? ET മുഹമ്മദ് ബഷീറിന് കഴിഞ്ഞോ? ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് നിലമ്പൂരിലെ ജനത തെളിയിച്ചു. വി ഡി സതീശനായിരുന്നു ശരിയെന്ന് നിലമ്പൂരിലെ ജനത ആ കാര്യത്തിന് അടിവരെ പറഞ്ഞു, സമ്മതിച്ചു. അപ്പൊ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു തീർക്കാന്നല്ലാതെ ഇത്രയും വലിയൊരു വിജയമുണ്ടായി അത് തന്നെ പറയേണ്ടി വന്നു സണ്ണിച്ചായ, അതല്ലേ സത്യം. അപ്പോൾ ഇത് ഒരു വലിയ വിജയമായിരുന്നു. അതായത് UDFന് കൃത്യമായി മേൽക്കോയ്മ കിട്ടിയ ക്രെഡിറ്റ് മുഴുവൻ UDFന് കിട്ടുന്നൊരു ഘട്ടത്തിൽ പോലും അതിലൊരു പങ്ക് ഈ അൻവറിന് കൊടുക്കണമെന്ന് ആർക്കാ ഇത്ര വാശി? ആരുടെ? ഈ UDF അണികളുടെ വികാരമാണോ? UDFലെ രണ്ടാം തര നേതാക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അഭിപ്രായമുണ്ടോ? പിന്നെ എന്തിനാണ് ഈ അൻവറിന് ഇല്ലാത്ത മഹത്വം? ഈ 19,000 വോട്ട് വലിയൊരു ആനക്കാര്യമാണ്. ഇതിനു മുമ്പ് 40,000 വോട്ട് വരെ തനിച്ച് നിന്ന് നേടി എത്രയോ പേരുണ്ട്. അപ്പോൾ ഈ നിലമ്പൂരിൽ സ്വന്തം തട്ടകത്തിൽ 9 വർഷം MLA ആയിരുന്ന ഒരു മണ്ഡലത്തിൽ 19,000 വോട്ടെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അതൊരു സംഖ്യയല്ല, മാന്ത്രിക സംഖ്യ പോയിട്ട് അതൊരു സാധാരണ സംഖ്യ പോലും അല്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ടും എന്തിനാണ് ഈ പറഞ്ഞ സ്വന്തം പല്ലട കുത്തി മണപ്പിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഇത് UDFന് നല്ലതല്ല. അത് ET മുഹമ്മദ് ബഷീർ ആയാലും അത് രമേശ് ചെന്നിത്തല ആയാലും UDFനകത്ത് അനാവശ്യമായ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയാണ് UDFിനകത്തെ ആ കൺഫ്യൂഷനാണ് LDFന്റെ ഐശ്വര്യം എന്നുള്ളത്. ശ്രീ M ജയചന്ദ്രൻ, ഇപ്പോൾ ഈ തികഞ്ഞ ആത്മവിശ്വാസമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾക്കിടയിലും ചെന്നിത്തലയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്ന മറ്റു തരം പ്രതികരണങ്ങൾ, വ്യത്യസ്തമായ പ്രതികരണങ്ങൾ, അത് CPM-നെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ. ഇത് കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ അതൊന്നും കൂടി വലുതാകും, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒന്നുകൂടി ഇനി ശക്തമായി പുറത്തേക്ക് വരും. ലീഗിൽ തന്നെ മറ്റൊരു ശബ്ദം വന്നിരിക്കുന്നു അൻവറിന്റെ വിഷയത്തിൽ എന്നുള്ളതൊക്കെ തന്നെയും LDFിനെ സംബന്ധിച്ചും ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? ഇതിപ്പോ UDFിലെ അല്ല LDFിലെ കക്ഷിമാറ്റത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞല്ലോ. ഞാൻ UDFിലെ മാത്രം ഒന്ന് സൂചിപ്പിക്കുക മാത്രമേ ഉള്ളൂ. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പൊടിവാറ പറഞ്ഞിട്ടാണല്ലോ പോയത്. അതടക്കമുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു, ഞാൻ അതിലേക്ക് വരുന്നില്ല. ലീഗിലാണെങ്കിൽ ET, ഡോക്ടർ MK മുനീർ, KM ഷാജി തുടങ്ങിയ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ്, കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും ഒക്കെ അടങ്ങുന്ന വേറൊരു ഗ്രൂപ്പ്, ഇവരെയൊക്കെ പൊതിഞ്ഞു പിടിച്ച് മുകളിൽ നിൽക്കുന്ന തങ്ങൾ, അവരുടെ ഒരു സംവിധാനം. ഇപ്പുറത്ത് PJ ജോസഫിന്റെ മകന് സ്റ്റേറ്റ് കോർഡിനേറ്റർ സ്ഥാനം കൊടുത്തതിന്റെ പേരിൽ രൂക്ഷമായ വാദപ്രതിവാദമാണ് ആ പാർട്ടിയിൽ നടക്കുന്നത്. അത് എതിർഭാഗത്ത് അതിന് നേതൃത്വം കൊടുക്കുന്നത് മോൻസ് ജോസഫാണ്. അത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു. അപ്പോൾ ഈ അത്രയും പ്രശ്നങ്ങളൊന്നും ഇവിടില്ല. പിന്നെ CPIയുടെ കാര്യം പറഞ്ഞല്ലോ. CPI 1978 ഏപ്രിലിൽ പഞ്ചാബിലെ ഭട്ടിൻഡയിൽ ചേർന്ന ഭട്ടിൻഡ കോൺഗ്രസിലാണ് 5 ദിവസം ചർച്ച ചെയ്ത് കോൺഗ്രസുമായുള്ള ബന്ധം ദേശീയ തലത്തിൽ വിച്ഛേദിക്കാൻ തീരുമാനിച്ചത്. ആ പാർട്ടിയെ ഇങ്ങോട്ട് വിളിച്ച ഉടനെ, ഇവിടെ അടൂർ പ്രകാശ് കൈകാട്ടി വിളിച്ച ഉടനെ പോരാൻ കഴിയുന്ന സംവിധാനമാണോ അത്? മറ്റൊരു പാർട്ടി കോൺഗ്രസിന് ആ തീരുമാനം ചർച്ച ചെയ്യേണ്ട അധികാരം പോലും ഉള്ളൂ. അത് ആ പാർട്ടിയുടെ ഘടനയെക്കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല അടൂർ പ്രകാശ് ഇങ്ങനെ പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു സംശയം വേണ്ടി CPI വരില്ല എന്നുള്ളതൊക്കെ അറിയാവുന്ന കാര്യമാണ്. സംശയം അവിടെ കിടക്കട്ടെ. അല്ലല്ല, ഒരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണ്. അതൊരു മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടാണ് സ്മൃതി. അത് സംശയം അവിടെ കടത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഇത് വേറെ ട്രിക്ക് വേറെ അല്ലേ. ഇപ്പം അൻവറിന്റെ കാര്യത്തിൽ ഞാൻ പൊടിവാറ പറഞ്ഞിടത്ത് തന്നെ ഞാനും നിൽക്കുന്നത്. ഈ 20,000 വോട്ട് പിടിച്ചതൊന്നും വലിയ മഹാകാര്യമേ അല്ല. അത് ഒരു കൺസിഡറബിൾ നമ്പർ ആണെന്ന് പോലും പറയാൻ കഴിയില്ല. അത് വെച്ചുകൊണ്ടൊന്നും എനിക്ക് ഇത്രയും വോട്ടുണ്ട് അതുകൊണ്ട് വോട്ട് പോയത് പാർട്ടിയിൽ നിന്ന് വോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ല, അൻവറിന് 10,000 വോട്ട് പോയിട്ടുണ്ട്, CPM-ന്റെ വോട്ട് പോയിട്ടുണ്ട്, 10,000 വോട്ട് പോയിട്ടുണ്ട്. അത് ഞാനും സമ്മതിക്കുന്നുണ്ട്. അതിന്റെ ബാക്കി പോയിട്ടുള്ളത് CPM-ന്റെ അല്ല, അത് UDFന്റെ മാത്രവുമല്ല കേട്ടോ. അതുകൊണ്ട് പക്ഷേ 10,000 വോട്ടാണ് CPM-ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞതല്ല, ഈ 20,000 വോട്ടെന്ന വലിയ കാര്യമല്ല.
അതിൽ സതീശന്റെ സ്റ്റാൻഡ് ക്ലിയർ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ നിൽക്കാൻ പ്രേരിപ്പിച്ചത് മറ്റ് പല വ്യക്തിപരമായ വിമർശനങ്ങൾ അടക്കമുള്ള ഘടകങ്ങളുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ നേതൃസ്ഥാനത്ത് UDFന്റെ ചെയർമാനാണ്. UDFന്റെ ചെയർമാൻ ആ നിലയ്ക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ആ സൗകര്യം ഉപയോഗിച്ച് തന്നെ അത്തരം നിലപാടുകൾ സ്വീകരിച്ചു. നമുക്ക് തെറ്റ് പറയേണ്ട കാര്യമില്ല. പക്ഷേ അൻവർ ഈ വിലപേശുന്നത് അൻവറിനെ പറഞ്ഞ ഒരിക്കലും ലീഗിനൊന്നും ഉൾക്കൊള്ളാനേ കഴിയില്ല. CPMന് ഇത്രയും സ്വന്തം MLA-മാരെ അനുസരിപ്പിക്കാൻ നേതൃശേഷിയുള്ള സംവിധാനമാണല്ലോ CPM ശക്തമായിട്ടുള്ളത്. അതാണല്ലോ അവരൊരു പ്ലസ് പോയിന്റ്. അതിന്റെ പകുതിയുടെ പകുതി ശേഷിയില്ല UDFൽ MLA-മാരെ അനുസരിപ്പിക്കാൻ. അപ്പോഴാണോ ഈ അൻവറെ പോലൊരാൾക്ക് പിന്നെ ഈ ലീഗിന്റെ ബർത്ത് കൊടുക്കാൻ കഴിയില്ല അവർക്ക്. തിരുവമ്പാടിയൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുമെന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ബേപ്പൂര് മത്സരിക്കും, ഇതൊക്കെ പറഞ്ഞ് വിരട്ടാനേ കഴിയൂ സ്മൃതി. അതൊന്നും അൻവറിന് കഴിയില്ല. അൻവറിന് അവസാനം ഏതെങ്കിലും ഇപ്പം തൃണമൂൽ കോൺഗ്രസ് 2021 ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. എങ്ങനെ നടക്കുന്ന കാര്യമാണ്? ദേശീയ പാർട്ടി പദവി ഇല്ല ഇവിടെ മത്സരിക്കുക. അൻവറിനെ എന്ന ഈ ഘട്ടത്തിൽ കരുതാനാകുമോ? അതല്ല അവസാന നിമിഷം എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകുമോ UDFന്റെ കാര്യത്തിൽ? ചുരുക്കി രണ്ട് കൂട്ടർക്കെന്ന് പറയുന്നതല്ല. ഇപ്പോൾ UDFൽ LDF തീർച്ചയായിട്ടും അൻവറിനെ എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അൻവറുമായിട്ട് ഒരു തരത്തിലും ബന്ധമുണ്ടാവില്ല. പക്ഷേ UDFൽ അൻവർ തൻ്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിൽ പ്രഖ്യാപിക്കുന്ന ആ ഘട്ടത്തിൽ, ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചില ആളുകളോട് മാപ്പ് ചോദിക്കുന്നു. അവരോട് ഞാൻ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് K. സുധാകരനോടാണ്, രമേശ് ചെന്നിത്തലയോടാണ്, കുഞ്ഞാലിക്കുട്ടിയോടാണ്, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള കുറേ ആളുകളുടെ പേര് പറയുന്നത്. അവർക്കൊക്കെ കൊടുത്ത ഞാൻ വാക്ക് എനിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. കാരണം ഞാൻ നിവൃത്തി കെട്ടിട്ടാണ് ചെയ്യുന്നത്, ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുന്നത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു ഇടയിളക്കം കോൺഗ്രസിനകത്തും ലീഗിനകത്തും ഉണ്ടാക്കിയെടുക്കാൻ, സതീശൻ വിരുദ്ധമായിട്ടുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ആദ്യമേ തന്നെ അൻവർ വിത്തിട്ടിരുന്നു. ആ വിത്ത് മുളയ്ക്കുമോ അത് പൊട്ടിപ്പോ വലിയ പടവൃക്ഷമാകുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ വിത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചില പ്രതികരണം ഇപ്പോഴും നമുക്കറിയാം. സുധാകരൻ ഉൾപ്പെടെയുള്ള ഒന്നും പറയുന്നില്ലല്ലോ അൻവറിനെതിരെ. ശരി, എന്തായാലും നമുക്ക് വിസ്മയങ്ങൾക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ജോർജ് പൊടിപാറ, A. സജീവൻ, M. ജയചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.